ക്രിസ്തുമസിനും ന്യൂ ഇയറിനുമൊക്കെ സുഹൃത്തുക്കൾ തമ്മിൽ സമ്മാനങ്ങൾ കൈമാറാറുണ്ട്. എന്നാൽ രാഷ്ട്രത്തലവന്മാർ തമ്മിൽ അത്തരം സമ്മാനങ്ങൾ കൈമാറാറുണ്ടോ? അതേക്കുറിച്ച് എല്ലാവർക്കും കൃത്യമായ ധാരണ ഉണ്ടാവില്ല. എന്നാൽ ഒരു കാര്യം ഇതാ നിങ്ങൾക്ക് മുമ്പിൽ പറയുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒരു വമ്പൻ ക്രിസ്മസ് സമ്മാനം ലഭിക്കാൻ പോകുന്നു. 31,000 കോടി രൂപ വില മതിക്കുന്ന സമ്മാനമാണ് ലഭിക്കുന്നത്. നൽകുന്നതാകട്ടെ ബെഞ്ചമിൻ നെതന്യാഹു. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, ഇന്ത്യ മഹാരാജ്യത്തിന് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം 31,000 കോടി രൂപയുടെ വമ്പൻ ക്രിസ്മസ് സമ്മാനങ്ങൾ നൽകുന്നു. അത്യന്താധുനികമായ ആയുധങ്ങൾ, മിസൈലുകൾ, മെഷീൻ ഗണ്ണുകൾ എന്നിവയും അതിൻ്റെ സാങ്കേതിക വിദ്യയും സമ്മാനിച്ചുകൊണ്ടാണ് ഈ ക്രിസ്മസ് ഗംഭീരമാക്കാനായിട്ട് അവർ ഒരുങ്ങുന്നത്. എന്ന് മാത്രമല്ല, ക്രിസ്മസിൻ്റെ തൊട്ടടുത്ത ആഴ്ചയോടുകൂടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് ഇന്ത്യയിലേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ ഇതിനേക്കാൾ വലിയൊരു സമ്മാനം എന്താ ലഭിക്കാനുള്ളത്? അതായത് മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈലുകളുടെ പുതിയ ബാച്ച് ഇന്ത്യക്ക് നൽകാനായിട്ട് ഇസ്രായേൽ തീരുമാനിച്ചു. ജൂതൻ്റെ ബുദ്ധിയിൽ വിരിഞ്ഞ സാങ്കേതിക വിദ്യയാണിത്. ഈ മിസൈലുകൾ നൽകുന്നു എന്ന് മാത്രമല്ല, ഈ സാങ്കേതിക വിദ്യയും ഇന്ത്യയിലേക്ക് നൽകുകയാണ്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഗവേഷണ സ്ഥാപനവും എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഇസ്രായേലിലെ ഗവേഷണ സ്ഥാപനവും സംയുക്തമായിട്ടായിരിക്കും ഇതിൻ്റെ നിർമ്മാണം നടത്തുന്നത്. ഇതിന് ശേഷമായിട്ട് നെഗോവ് എന്ന് പറയുന്ന ലൈറ്റ് മെഷീൻ ഗണ്ണ് നമുക്ക് തരുന്നു. 1-2 എണ്ണമല്ല, 40,000 എണ്ണം. അതിൻ്റെ ആദ്യ ബാച്ച് അടുത്ത ആഴ്ച കപ്പലിൽ ഇന്ത്യയിലേക്ക് എത്തും. ഇതുകൂടാതെ കാർബൈൻ ഗൺ 1,70,000 എണ്ണമാണ് നമുക്ക് തരാൻ പോകുന്നത്. 5 വർഷം കൊണ്ടായിരിക്കും ഇത് എത്തിക്കുന്നത്. പക്ഷേ ഈ നെഗോവ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അത്യന്താധുനികമായ മെഷീൻ ഗൺ എന്നാണ് ഈ കാർബൈൻ എന്നെ വിശേഷിപ്പിക്കുന്നത്. 2ാം ലോക മഹായുദ്ധത്തിലൊക്കെ USSR ഉപയോഗിച്ച മെഷീൻ ഗണ്ണിൻ്റെ അത്യന്താധുനികമായ പതിപ്പ്. സാധാരണഗതിയിൽ മനുഷ്യനാണ് ഈ തോക്ക് ഉപയോഗിച്ച് വെടിവെക്കുന്നതെങ്കിൽ ഇതിനപ്പുറത്തേക്ക് കമ്പ്യൂട്ടറൈസ്ഡ് നിയന്ത്രണം വരുന്ന ആക്യുറസി കൂടുതലുള്ള ഈ തോക്കുകളും ഇന്ത്യക്ക് സമ്മാനമായി നൽകുന്നു. അങ്ങനെ കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഇന്ത്യയുമായിട്ട് പ്രതിരോധ സാങ്കേതിക മേഖലയിൽ സഹകരിച്ച് വരുന്ന ഇസ്രയേൽ ഇപ്പോൾ വലിയ സമ്മാനവുമായി ഇന്ത്യയിലേക്ക് വരുന്നു. കാരണം ഗസയിൽ അവരുടെ പ്രതിരോധികളായ ഹമാസിനെ ഏതാണ്ട് അവർ ഒതുക്കി കഴിഞ്ഞു. ഇനി അതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കണം. ഈ ഡിസംബറിൽ ഇന്ത്യയിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹു വരാനിരുന്നതാണ്. അന്നേരമാണ് ചെങ്കോട്ട സ്ഫോടനം ഉണ്ടായത്. അതേ തുടർന്ന് നെതന്യാഹുവിൻ്റെ വരവ് ഒന്ന് നീട്ടി. കാരണം വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം. പക്ഷേ ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വളരെ ധൈര്യപൂർവ്വം ഇന്ത്യയിലേക്ക് എത്തുന്നു. ഇന്ത്യൻ സൈന്യത്തിൻ്റെ സുരക്ഷയിൽ വ്ളാഡിമിർ പുടിൻ ധൈര്യമായിട്ട് ഇന്ത്യയിൽ സഞ്ചരിക്കുന്നു, മോദിയുമായിട്ട് കാര്യം പറയുന്നു. ഇത് കണ്ടപ്പോൾ നെതന്യാഹുവിന് തന്നെ ഒരു ചമ്മൽ തോന്നി. കാരണം പുട്ടിന് പോകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പോയിക്കൂടാ? അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യക്ക് ചില സമ്മാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് നെതന്യാഹു വരാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇസ്രായേൽ നമുക്ക് ചില മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് ഹമാസിനെ ഞങ്ങൾ ഗസയിൽ, വെസ്റ്റ് ബാങ്കിലൊക്കെ തീർത്തു വരുന്നുണ്ടെങ്കിലും അവരുടെ അടുത്ത നീക്കം പാകിസ്ഥാൻ കേന്ദ്രമാക്കിയാണ്. കൃത്യമായി പറഞ്ഞാൽ കശ്മീർ പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ലഷ്കർ-ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ പാക് ഭീകര സംഘടനകളുമായി ചേർന്ന് ചില ഓപ്പറേഷൻസ് ഹമാസ് പദ്ധതിയിടുന്നു. അതുകൊണ്ട് ഇന്ത്യ എത്രയും പെട്ടെന്ന് ഹമാസിനെ നിരോധിക്കണം. ഇത് പറയുന്നത് ഈ പറയുന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഇൻ്റർനാഷണൽ ലെഫ്റ്റനൻറ്റ് ജനറൽ ആയിട്ടുള്ള കേണൽ നദവ് ഗോഷാനിയാണ്. നദവ് ഗോഷാനി ഇത് പറയുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡറായിട്ടുള്ള വ്യക്തി നേരത്തെ തന്നെ നമ്മളോട് ഇക്കാര്യങ്ങൾ പറഞ്ഞതാണ്. അതായത് നൗൺ ഗിലോൺ എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ നൗൺ ഗിലോൺ പറഞ്ഞതാണ്, നിങ്ങൾ ഈ പറയുന്ന ഹമാസിനെ നിരോധിക്കണം, അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മുടെ രാജ്യത്ത് അത്രയും വലിയ കുഴപ്പങ്ങളൊന്നും നേരിട്ട് ഹമാസ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ നിരോധനം ഏർപ്പെടുത്താഞ്ഞത്. അതുകൊണ്ട് കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങളൊക്കെ എടുത്തുയർത്തി ഘോഷയാത്ര നടത്തിയൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വാർത്തയിൽ സൂചിപ്പിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ഹമാസിനെതിരെ കർശനമായ നീക്കം നടത്തണമെന്നും ഇന്ത്യക്ക് ചില സഹായങ്ങളുമായി ഞങ്ങൾ വരികയാണെന്നുമാണ് പറയുന്നത്. എന്തായാലും 1,70,000 കാർബൈൻ ഗണ്ണുകൾ, നെഗോ ലൈറ്റ് മെഷീൻ ഗണ്ണ് 40,000 എണ്ണം ഒക്കെ തന്നെ ഇന്ത്യക്ക് സമ്മാനിക്കുന്നതോടുകൂടി ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൽ കൂടുതൽ ദൃഢത വരികയാണ്. ഒരു അടിയന്തര സാഹചര്യത്തിൽ ഇന്ത്യയാണ് ആദ്യമായിട്ട് ഇസ്രായേലിൻ്റെ അടുത്ത് ആയുധം ആവശ്യപ്പെട്ടതെന്നും അതിനുശേഷം പരസ്പര സഹകരണത്തോടെ ഇരു രാജ്യങ്ങളും മുന്നോട്ട് പോയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഇവിടെ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ ബരാക്ക് 8 മുതൽ നിരവധി ആയുധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറി. അപ്പോൾ ഇസ്രായേൽ ഈ ആയുധങ്ങൾ നിർമ്മിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വേണമെങ്കിൽ ഇവർക്കത് വിൽക്കാം. പക്ഷേ ഇന്ത്യയിൽ നിർമ്മിക്കുമ്പോൾ ഈ വിൽപ്പന ഉദ്ദേശമില്ല.
പകരം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആവശ്യം വന്നാൽ ഇന്ത്യയിൽ നിന്ന് ഈ മിസൈലുകൾ ഇവർക്ക് നൽകണം. ഇപ്പം തന്നെ നമുക്കറിയാം ദൃഷ്ടി 10 എന്ന് പറയുന്ന നമ്മുടെ അത്യന്താധുനികമായ ഒരു ഡ്രോൺ ഉണ്ട്. നമ്മളിവിടെ തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. അതായത് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ എന്ന് പറയാം. ഡ്രോൺ എന്ന് പറഞ്ഞാൽ ചെറുതല്ല, ആയുധമൊന്നും വഹിക്കുന്നില്ല, ഒരു വിമാനത്തിന് തുല്യമായ വലിയ ഡ്രോൺ. ഈ ഡ്രോൺ ശരിക്കും നിർമ്മിച്ചത് ജൂതൻ്റെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ ഹെർമസ് 900 എന്ന് പറയുന്ന ഡ്രോണിൻ്റെ ഇന്ത്യൻ പതിപ്പാണ് ദൃഷ്ടി 10 എന്ന് പറയുന്നത്. ഒരു അവശ്യഘട്ടം വന്നപ്പോൾ ഈ ദൃഷ്ടി 10 നമ്മൾ നേരിട്ട് ഇസ്രയേലിൽ എത്തിച്ചു കൊടുത്തു. അങ്ങനെയും നമ്മൾ സഹായം ചെയ്തു. നമുക്കറിയാം ഗസയിൽ നടന്ന ചില യുദ്ധ സമയത്ത്, റഫേൽ, അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലൊക്കെ നടന്ന സമയത്ത് ചില ആയുധങ്ങളുടെ പാർട്സ് എടുത്ത് വെച്ചിട്ട് അൽ ജസീറ പോലെയുള്ള ചാനലുകൾ പറഞ്ഞു, ഇത് കണ്ടോ ഈ ആയുധത്തിലൊക്കെ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഗസയിലെ ജനങ്ങളെ കൂട്ടക്കൊല നടത്താൻ ഇന്ത്യ ആയുധങ്ങൾ നൽകി. നമ്മൾ മിണ്ടിയില്ല. കാരണം നമ്മൾ ആയുധം നിർമ്മിക്കുമ്പോൾ അത് മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കും, ചിലപ്പോൾ സൗജന്യമായിട്ട് കൊടുക്കും. സഹകരണ വികസനം, അറ്റകുറ്റപ്പണികൾ, അതായത് ദീർഘകാലത്തേക്കുള്ളത്, അതുപോലെ തന്നെ ഉൽപ്പാദനത്തിലുള്ള കോപ്പറേഷൻ, ഇതൊക്കെ തന്നെയാണ് ഇസ്രയേൽ പ്രധാനമായിട്ടും നമ്മളുമായിട്ട് ലക്ഷ്യം വെക്കുന്നത്. മാത്രമല്ല ഈ മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ, ഈ ബരാക്ക് 8 പോലെയുള്ള ആയുധങ്ങൾ പരസ്പരം നിർമ്മിക്കുന്നതിലും വലിയ സഹകരണ കരാറിലേക്കൊക്കെ നമ്മൾ പോകുന്നു. ഇവിടെ ഇപ്പം 30,000 കോടി രൂപയുടെ ആയുധങ്ങളും ടെക്നോളജിയും ഒക്കെ ഇന്ത്യക്ക് നൽകുന്നതിലൂടെ ഇസ്രയേൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് അടുത്ത തലമുറ യുദ്ധത്തിന് വേണ്ടിയിട്ട് ജൂതന്മാർ എന്തൊക്കെ കരുതി വെക്കുന്നോ അത് വിശ്വസ്തയോടെ സഹകരിക്കാൻ അല്ലെങ്കിൽ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയായിട്ട് അവർ കരുതുന്നുണ്ട്. അപ്പോൾ ELM സെൻസറുകൾ, അതുപോലെ തന്നെ ലോജിസ്റ്റിക് മോണിറ്റേഴ്സ്, റഡാറുകൾ, ഇലക്ട്രോ ഒപ്റ്റിക്കൽസ്, പൊസിഷൻ ഗൈഡഡ് സ്റ്റാൻഡ് ഓഫ് വെപ്പൺസ്, ഇവയെല്ലാം തന്നെയാണ് അടുത്ത തലമുറ യുദ്ധത്തിന് വേണ്ടുന്ന ആധുനിക ഉപകരണങ്ങളെന്ന് ഇസ്രായേൽ കണ്ടെത്തി. അത് നമ്മുടെ DRDOയുമായി സഹകരിച്ച് എയ്റോസ്പേസ് ഇൻഡസ്ട്രീസുമായി ചേർന്നൊക്കെ നിർമ്മിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇതാണ് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഭീകരവിരുദ്ധ തന്ത്രങ്ങൾ എങ്ങനെയൊക്കെ തകർത്ത് കളയണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇസ്രായേലിന് അറിയാം. അതുകൊണ്ടാണ് ഇന്ത്യൻ മൊസാദ് രൂപീകരിക്കുന്നതിനെക്കുറിച്ച് പോലും ഇസ്രായേൽ ചില ആശയങ്ങൾ പങ്കുവെക്കുന്നത്. അതായത് ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിലേക്ക് വന്നാൽ അത്തരത്തിലുള്ള ആയുധങ്ങൾ, ടെക്നോളജിയൊക്കെ ഇന്ത്യയിലേക്ക് നൽകുന്നത് ഈ സുന്നി തീവ്രവാദികൾ അല്ലെ സുന്നി മുസ്ലിം ഭീകരവാദികളുടെ നേതൃത്വത്തിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള ചില പടയൊരുക്കങ്ങൾ നടത്തുന്നു. അതായത് പാകിസ്ഥാനെ മുന്നിൽ നിർത്തി ഹമാസ് കളിക്കുന്നതാണ് പറയുന്നത്. ഇപ്പോൾ ഷിയ ഭൂരിപക്ഷമുള്ള ഇറാൻ പോലെയുള്ള രാജ്യങ്ങളെ അത്രയധികം ഭയക്കേണ്ട കാര്യമില്ലെന്നും ഇസ്രായേൽ പറയുന്നുണ്ട്. എന്തായാലും ജനുവരിയോടുകൂടി നെതന്യാഹു ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഈ ആയുധ മേഖലയിൽ മാത്രമല്ല നമ്മൾ മികച്ച വളർച്ച നേടുന്ന എക്കണോമിയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ വ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട്, സൈനിക കരാറുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ കൂടുതൽ ഉടമ്പടികളിലേക്ക് ഒപ്പിടാനായിട്ട് ഇസ്രായേൽ തയ്യാറെടുക്കുന്നു. 1962-ലും 1971-ലും നടന്ന പാക് യുദ്ധ സമയത്ത് ഇന്ത്യക്ക് സഹായം നൽകാനൊക്കെ ഇസ്രായേൽ തയ്യാറായിരുന്നു. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ ചില നിലപാടുകൾ അതിന് വിരുദ്ധമായി. പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇസ്രായേലുമായിട്ടുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ഊഷ്മളമാവുകയും ദൃഢമാവുകയും ചെയ്തു. അങ്ങനെയാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വിശ്വസ്തരായ പാർട്ണറായിട്ട് ഈ മോദി മാറിയതെന്ന് പറയാം. ഇപ്പം നമുക്കറിയാം ഇസ്രായേലും അതുപോലെ തന്നെ ഈ ഹമാസും തമ്മിൽ ഒരു സംഘർഷം രൂക്ഷമായ സമയത്ത് ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. ആ സമയത്ത് ആയുധങ്ങൾ നൽകാതെ കുറച്ച് വെച്ച് താമസിപ്പിക്കാൻ ജോ ബൈഡൻ ശ്രമിച്ചു. അന്ന് ഇസ്രായേൽ ഡിപ്പെൻഡ് ചെയ്തത് ഇന്ത്യയാണ്. നമ്മൾ ഇവിടെ നിന്ന് മരിയൻ ഡാനിയ എന്ന് പറയുന്ന ഒരു കപ്പലിൽ നിറയെ ആയുധങ്ങളുമായിട്ട് ഇസ്രായേലിലേക്ക് പോകുന്ന വഴിയിൽ ഈ പറയുന്ന ഫ്രാൻസിൻ്റെ പോർട്ട് വഴി വേണം നമുക്ക് പോകാൻ. ഉടനെ ഫ്രാൻസുകാർ നമ്മുടെ കപ്പലുകളെ തടയുന്നു. എന്നിട്ട് ഫ്രാൻസിൻ്റെ തുറമുഖങ്ങളിൽ അതിനെ അടുപ്പിക്കില്ല. കാരണം ഇത് മുഴുവൻ ഈ ഗസയിലെ ആളുകളെ കൊല്ലാൻ കൊണ്ടുപോകുന്ന ആയുധങ്ങളാണെന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ നമ്മൾ ഈ ഫ്രഞ്ച് പോർട്ടിലൊന്നും ഇത് അടുപ്പിക്കാതെ നേരിട്ട് ഇസ്രായേലിന് എവിടെയാണോ കൊണ്ട് എത്തിച്ചു കൊടുക്കേണ്ടത് അവിടെ എത്തിച്ചു കൊടുത്തു. അപ്പോൾ ഇന്ത്യൻ മ്യൂണീഷ്യൻ കമ്പനിയും അതുപോലെ തന്നെ പ്രീമിയർ എക്സ്പ്ലോസീവും ചേർന്ന് നിർമ്മിച്ച ആയുധങ്ങളുടെ വലിയ ശേഖരം അന്ന് എത്തിച്ചു കൊടുത്തുകൊണ്ടാണ് ജോ ബൈഡൻ്റെ കുതന്ത്രത്തെ മറികടക്കാനായിട്ട് ഇസ്രായേലിന് സാധിച്ചത്. ആ ഒരു നന്ദിയും സ്നേഹവും കടപ്പാടുമൊക്കെ നമ്മളോട് എപ്പോഴും ഇവർക്കുണ്ട്. കൂടാതെ ഈ ഡ്രോണുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് സ്വാഭാവികമായും റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാൽ, റിമോട്ട് കൺട്രോളിനപ്പുറത്തേക്ക് സാറ്റലൈറ്റുകളെ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന ഡ്രോണുകളെ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയും ഇന്ത്യയുമായിട്ട് പങ്കുവെക്കുന്നു. അതായത് ഇനിയുള്ള കാലത്തെ യുദ്ധം എന്ന് പറയുന്നത് സൈബർ വാറാണ്, അല്ലെ ആകാശ യുദ്ധമാണെന്നൊക്കെ പറയുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കങ്ങളും കൃത്യമായിട്ട് ഇസ്രായേൽ നടത്തുന്നു. പൂർണ്ണ പിന്തുണയുമായിട്ട് ഇസ്രായേലിന് ഇപ്പോൾ ഇന്ത്യ കൂടെ നിൽക്കുകയും ചെയ്യുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും
ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ വളർച്ചയും എക്കണോമിക് മേഖലയിലെ മുന്നേറ്റത്തിന് ലഭിക്കുന്ന പിന്തുണ ഈ പറയുന്ന ആത്മനിർഭർ ഭാരത് അതുപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ പദ്ധതികളിലൂടെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് സ്റ്റാർട്ടപ്പുകളെ ഉപയോഗിച്ച് നമ്മൾ ഡ്രോൺ ഉൾപ്പെടെയുള്ള ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്നത്. സ്വാഭാവികമായും അത്യന്താധുനികമായ ആയുധങ്ങൾ, റഡാർ, ELM സെൻസേഴ്സ്, അതുപോലെ പൊസിഷൻ ഗൈഡഡ് സ്റ്റാൻഡ് ഓഫ് വെപ്പൺസ് ഇവയൊക്കെ നിർമ്മിക്കാനും ഇതിൻ്റെ സാങ്കേതികവിദ്യ ഇന്ത്യക്ക് നൽകാനുമായിട്ട് ഇസ്രയേൽ തീരുമാനിച്ചാൽ ഒരു പക്ഷേ റഷ്യയുമായിട്ട് കൂടുതൽ ബന്ധം അവർക്ക് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നൊരു അർത്ഥം കൂടിയുണ്ട്. കാരണം USSRുമായിട്ട് നമുക്ക് എത്രയോ കാലമായിട്ടുള്ള അടുപ്പമാണ്. നമ്മുടെ ഒരു വിശ്വസ്ത പാർട്ണറാണ് റഷ്യ എന്ന് കൃത്യമായിട്ട് ഇസ്രായേലിനും അറിയാം. അതുകൊണ്ടാണ് ചെങ്കോട്ട ആക്രമണത്തിൻ്റെ പേരിൽ ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യയിലേക്ക് വരാൻ കുറച്ച് കാലതാമസം എടുത്തപ്പോൾ ഇതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരെ ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യക്ക് S-400 തരുന്നു, അതായത് തരാൻ ബാക്കിയുള്ള എണ്ണം. കൂടാതെ S-500 പുതുതായിട്ട് തരാനുള്ള ചർച്ചകളിലേക്ക് പോകുന്നു. Su-57 എന്ന് പറയുന്ന 5ാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കാനും അതിൻ്റെ സാങ്കേതികവിദ്യ കൈമാറാനുമുള്ള തീരുമാനത്തിലേക്ക് പോകുന്നു. പരസ്പരം സൈനിക വിമാനങ്ങളും കപ്പലുകളുമൊക്കെ ഇരു രാജ്യങ്ങളുടെയും തുറമുഖങ്ങളിലും എയർപോർട്ടിലുമൊക്കെ തന്നെ മുൻകൂർ സമ്മതം മേടിക്കാതെ എത്തിക്കാൻ അല്ലെങ്കിൽ അവിടുന്ന് ഇന്ധനം നിറയ്ക്കാനൊക്കെയുള്ള സംവിധാനം ഒരുക്കുന്നു. ഇത് കണ്ടതോടുകൂടിയാണ് ഇസ്രയേൽ ഇത്തരത്തിൽ വമ്പൻ ക്രിസ്മസ് സമ്മാനവുമായി ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നത്. എന്തായാലും നെഗോ ലൈറ്റ് മെഷീൻ ഗണ്ണിൻ്റെ ഏതാണ്ട് 40,000 എണ്ണം അതിൻ്റെ ആദ്യ ബാച്ച് അടുത്ത ആഴ്ച എത്തുന്നു. കാർബൻ ഗണ്ണിൻ്റെ 1,70,000 എണ്ണം അതും ഉടൻ തന്നെ എത്തും. 5 വർഷം കൊണ്ടാണ് ഇത് എത്തിക്കേണ്ടത്. ഇത് കൂടാതെയാണ് ഈ സർഫസ് ടു എയർ മിസൈൽ, അതായത് ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈലുകളൊക്കെ ഈ മീഡിയം റേഞ്ചും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അവയെല്ലാം തന്നെ നിർമ്മിക്കുന്നു. ഒപ്പം സാങ്കേതികവിദ്യ DRDOയ്ക്ക് കൈമാറുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ക്രിസ്മസ് ഒരു ഗംഭീരമാക്കാനായിട്ട് ഇസ്രായേൽ അണിയറയിൽ എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പരസ്പരം സഹായം വേണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ ഇസ്രായേലിലേക്കും എത്തിച്ചു കൊടുക്കും, ഇസ്രായേലിൽ നിന്ന് ആയുധങ്ങൾ ഇന്ത്യയിലേക്കും എത്തിച്ചു കൊടുക്കും. അപ്പം ഒരു ഇന്ത്യൻ മൊസാദ് രൂപീകരണം ഉടൻ ഉണ്ടായേക്കാം. കൂടാതെ 30,000 കോടിയിലധികം രൂപയുടെ ആയുധങ്ങളുടെയും സാങ്കേതികവിദ്യയുടെയും കൈമാറ്റവും ഉടൻ നടക്കുകയാണ്. അതിൻ്റെ ആദ്യ ബാച്ച് ആയുധങ്ങൾ അടുത്ത ആഴ്ച ഇന്ത്യയിലേക്ക് എത്തുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.